രണ്ടാമത് യാക്കോബ് ലേഖനം 4 വചനത്തിൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ആമേൻ. ഒന്ന്, ഗർവിയെ ദൈവം അടുപ്പിക്കത്തില്ല. ഒരുത്തൻ പുല്ല് തിന്ന്, വേറൊരുത്തന് മണ്ണ് തിന്ന്, ഫറവോന് കടൽ തിന്ന്, ഹീറോദ് രാജാവിന് കൃമി തിന്ന്, ലൂസിഫർ നിലത്ത് പൊടി മണ്ണ് തിന്ന്. പക്ഷേ എളിയവർക്കോ ദൈവം കൃപ നൽകും. ആമേൻ. രണ്ടാമത് യാക്കോബ് ലേഖനം 4 വചനത്തിൽ ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവം അടുപ്പിക്കുകയേയില്ല. ലോകത്തിൻ്റെ സ്നേഹത്തിൽ ഉള്ള മായ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 3:6. 1 യോഹന്നാൻ 2:15-16 വചനങ്ങളിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ജഡമോഹം, കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. അതിൽ പിതാവിൻ്റെ സ്നേഹമില്ല. പിതാവിൻ്റെ സ്നേഹമില്ലാത്തവന് ദൈവം തൻ്റെ അടുക്കൽ ചേർക്കുകയേയില്ല. ആമേൻ. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സദൃശവാക്യം 8:17. നമ്മുടെ ഉത്തമ ലാക്ക് എന്താണ്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവജനമേ, സുപ്രീം മോട്ടോ, നമ്മുടെ ഉത്തമ ലാക്ക് എന്താണ്? 10 സെന്റ് വസ്തു വാങ്ങുന്നതല്ല, 10 ഡിഗ്രി കരസ്ഥമാക്കുന്നതല്ല, 10 വീട് വയ്ക്കുന്നതല്ല, 10 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതുമല്ല. ഇതെല്ലാം ദൈവം തരും. പക്ഷെ നമ്മുടെ ഉത്തമ ലാക്ക് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഒരു നാൾ മധ്യാകാശത്തിൽ വരും. മധ്യാകാശത്തിൽ വരും. അവനോട് ഒപ്പം ഞാനും തേജസ്സിൽ വെളിപ്പെടും. വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ സുപ്രീം മോട്ടോ. സുപ്രീം മോട്ടോ അതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:4 നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവനായ ക്രിസ്തു മധ്യാകാശത്തിൽ വരും. ഹി ഈസ് മൈ ലൈഫ്. അവൻ മതം സ്ഥാപിച്ചു പോയവനല്ല, അവൻ എൻ്റെ ജീവൻ. യേശു എൻ്റെ ജീവൻ. എൻ്റെ ജീവനായ യേശു വെളിപ്പെടുമ്പോൾ ഞാനും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാണ് സുപ്രീം മോട്ടോ. അങ്ങനെ വിശ്വാസമുള്ളവർ കൈകളെ തട്ടണം. ഞാനും അവനോടൊപ്പം മധ്യവാനിൽ തേജസ്സിൽ വെളിപ്പെടും. അവൻ വരുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അന്ന് വന്നത് 2 ഭാഗത്തും 2 കള്ളന്മാർ. ഐസി 53:12. അപ്പം തിന്നുവാൻ ആളുകൾ വന്ന് തിക്കിത്തിരക്കി, പെരുങ്കൂട്ടം. ബ്ലീഡിംഗ് മാറുവാൻ, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊടുവാൻ തിക്കിത്തിരക്കി ജനം. ഒരൽപ്പുടം പ്രാപിപ്പാൻ ജനമെന്ന് തിക്കിത്തിരക്കി. അവസാന നാളിൽ കർത്താവ് 2 വശത്ത് നോക്കി. 2 കള്ളന്മാർ കൂട്ട്. കർത്താവിന് കൂട്ട് 2 കള്ളന്മാർ. അതിക്രമക്കാരോട് കൂടെ എൻ്റെ അപ്പൻ എണ്ണപ്പെട്ടു. He was numbered among transgressors.
53:12. പക്ഷെ ഇനി വരുന്നത് കള്ളന്മാരോട് കൂടെ അല്ല. യൂദാ ലേഖനം 1-ാം 14-15 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 1000 വിശുദ്ധന്മാരോട് കൂടെ അവൻ മധ്യാകാശത്തിൽ വരും. ആമേൻ. അന്ന് വന്നപ്പോൾ അവന് കൂട്ട് 2 ഭാഗത്ത് 2 കള്ളന്മാർ. ഇനി വരുമ്പോൾ അവനോടൊപ്പം 1000 വിശുദ്ധന്മാർ. യൂദാ ലേഖനം 1:14. അന്ന് വന്നപ്പോൾ അവനെ തകർത്ത് കളഞ്ഞു. 53:10 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവ ദൈവത്തിന് ഇഷ്ടം തോന്നി. അന്ന് യേശുവിനെ തകർത്ത് കളഞ്ഞ് ഇനി വരുന്നത് തകർക്കപ്പെടുവാനല്ല. സഖരിയ 14:4 നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ കാല് ഓലി പർവ്വതത്തിന്റെ ഉച്ചിയിൽ പടുമ്പോൾ ഓലി പർവ്വതം തകർക്കപ്പെടും. ആമേൻ. സഖരിയ 14:4 അവന്റെ കാല് ഓലി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ പടുമ്പോൾ ഓലി പർവ്വതം 2ആയിട്ട് പിളർന്നു പോകും. അന്ന് അവൻ വന്നത് ലൂക്കോസ് സുവിശേഷം 2:12 നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ചീലയിൽ പൊതിഞ്ഞ് ഒരു അനാഥയായി കിടപ്പാൻ. അവനെ ഒരു ചീലയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. ഇനി വരുന്നത് ഉണ്ണി യേശുവായല്ല, ഇനി വരുന്നത് ജീസസായല്ല, ഇനി വരുന്നത് മേഘാരുടനായി. വെളിപ്പാട് പുസ്തകം 1:7 അവനെ കുത്തിയവന്റെ കണ്ണുകളും അവനെ കാണും. വെളിപ്പാട് പുസ്തകം 1:7 നമ്മെ പഠിപ്പിക്കുന്നു. മേഘാരുടനായി വരുന്ന ക്രിസ്തു അവൻ വന്നത് മത്തായി സുവിശേഷം 27:30 വചനത്തിൻ പ്രകാരം തൻ്റെ മുഖത്തിൽ ക്രിമിനലുകളുടെ തുപ്പൽ ഏൽക്കുവാൻ കർത്താവിൻ്റെ മുഖത്തവർ തുപ്പി. ഇനി വരുന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:7 സൂര്യൻ അതിശക്തിയോട് പ്രകാശിക്കുമ്പോൾ ലഭിക്കുന്ന ആ പ്രകാശം അവൻ്റെ മുഖത്തിൽ ഈ ലോകം കാണും. ആമേൻ. അതാണ് നമുക്കുള്ള പ്രത്യാശ. മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ലോകത്തിൻ്റെ പുറകെ നീ പോകരുത്, ലോകത്തിൻ്റെ പുറകെ നീ പോകരുത്. കൈവിടപ്പെടും, ദൈവം ഉപേക്ഷിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കൊലോസ്യർ 3:5 ദുർനടപ്പ്, ദുർമോഹം, അതിരാഗം, അത്യാഗ്രഹം, അസക്തി, ഈ 5 ഈ ഭൂമിയിലുണ്ട്. ദുർനടപ്പ്. നിങ്ങളെയും എന്നെയും ഈ ഭൂമിയിൽ കർത്താവ് കൃപയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് അവൻ നടന്നതുപോലെ നടപ്പാൻ. പള്ളിക്കകത്ത് ക്രിമിനലുകൾ, കോമാളികൾ, വ്യാപാരികൾ, നീ കൂട്ടുകൂടാൻ പോകരുത് മക്കളെ, കൂട്ടുകൂടാൻ പോകരുത്. ഒരു നാൾ പിടിപെടും. പിന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രയോജനമില്ല എന്ന് നീ പറയരുത്. ഒരു നാൾ പിടിപെടും, കള്ളനെപ്പോലെ പിടിപെടും. നിന്റെ കൂട്ടായ്മ ക്രിസ്തുവോട് മാത്രമായിരിക്കണം. ആമേൻ, ആമേൻ. അതിരാഗം, അത്യാഗ്രഹം, ദുർനടപ്പ്, ദുർമോഹം, അശുദ്ധി, ഇത് ലോകത്തിലുണ്ട്. അതിൻ്റെ പുറകിൽ പോകുന്നവൻ്റെ അടുക്കൽ ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്ന ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം ഇല്ലാത്തവന് ദൈവം അടുപ്പിക്കുകയേയില്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പുറകിൽ പോകുന്നവൻ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നവൻ നമ്പർ 1. 2 കൊരിന്ത്യർ 4:18 അവന് കാണുന്നത് താൽക്കാലികം,
കാണാത്തതോ നിത്യം. അതിൻ്റെ വ്യത്യാസം നീ മനസ്സിലാക്കണം. ദൈവ മക്കൾക്കുള്ള പ്രമാണം അവിടെ ഉണ്ട്. 2 കൊരിന്ത്യർ 4:18 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാണുന്നത് തൽക്കാലികം, കാണാത്തതോ നിത്യം. പത്രോസ് ലീഹ തന്റെ ലേഖനത്തിൽ എഴുതുന്നു 2 പത്രോസ് 3:7 ഈ പ്രപഞ്ചം നീ കാണുന്നത് തൽക്കാലികം, നിത്യമല്ല. ഈ പ്രപഞ്ചം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 24:35 നീ കാണുന്ന ആകാശം, ഭൂമി, പ്രപഞ്ചം തീക്കായി അവൻ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് നിത്യമേ അല്ല, ഇത് തൽക്കാലികം. ഇറ്റ് ഈസ് ടെമ്പറൽ. പ്രപഞ്ചം നീ കാണുന്നത് തൽക്കാലികം, നിത്യമേ അല്ല. രണ്ടാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഫാഷൻ, ഭംഗി, നിന്റെ കണ്ണിനെ മിരട്ടുന്ന ഫാഷൻ. കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു 1 കൊരിന്ത്യർ 7:31 നീ ഇന്ന് കാണുന്ന ഫാഷൻ ഒഴുങ്ങിപ്പോകും. It will pass on. കാണുന്ന ഭംഗി, ലോകത്തിൽ കാണുന്ന ഫാഷൻ, ഭംഗി ഒഴുങ്ങിപ്പോകും. നീ കാണുന്ന പ്രപഞ്ചം ഒഴുങ്ങിപ്പോകും. മൂന്നാമത് നിന്റെ മസിൽ പവർ. ദാവീദ് എഴുതുന്നു എൻ്റെ ശരീരം ക്ഷയിക്കുന്നു. സങ്കീർത്തനം 73:25 പൗലോസ് എഴുതുന്നു നാൾക്ക് നാൾ എൻ്റെ ശരീരം ക്ഷയിക്കുന്നു. 2 കൊരിന്ത്യർ 4:16 പ്രപഞ്ചം, ഭംഗി എന്നുള്ള ഫാഷൻ. മൂന്നാമത് ശാരീരിക പുഷ്ടി അല്ലെങ്കിൽ മസിൽ പവർ. ഇത് നീ കാണുന്നത് ഒഴിഞ്ഞുപോകും. ഇത് നിത്യമല്ല, തൽക്കാലികം. നിത്യമായി ഒരേ ഒരുവൻ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ 4 ഗവൺമെന്റുകൾ. ഒന്ന് ബാബിലോണിയൻ കിങ്ഡം, ബാബിലോണിയൻ രാജ്യത്വം, പെർഷ്യൻ രാജ്യത്വം, യൗവന രാജ്യത്വം, അവസാനം ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിലനിന്ന റോമ രാജ്യത്വം. 4 പൊടിഞ്ഞ് താളടിയായി. അപ്പോഴാണ് ഉയരത്തിൽ നിന്ന് ദാനിയേൽ പ്രവാചകൻ എഴുതുന്നു ഒരു മനുഷ്യൻ്റെയും കൈ തൊടാത്ത കല്ല്. ആമേൻ, ആമേൻ. ജോസഫിൻ്റെയോ മറിയയുടെയോ കൈ തൊടാത്ത ഒരു കല്ല് ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്ന് യേശുവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമാണ്. He was not touched by a human hand. ആത്മനിറവിനാൽ, അമ്മ മറിയത്തിൻ്റെ ആത്മനിറവിനാൽ ഗർഭം ധരിച്ച് ഉത്ഭവിച്ച ഒരു കല്ല് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് 4ാമത്തെ രാജ്യത്വം കളിമണ്ണും ഇരുമ്പും കലർന്ന മിക്സറിനെ അടിച്ച് തകർത്ത് ആ കല്ല് ക്രമേണ വലുതായി മഹാപർവ്വതമായി. ദാനിയേൽ പ്രവചനം 2:34 ആ കല്ലാണ് 1 കൊരിന്ത്യർ 10:4 പൗലോസ് എഴുതുന്നു ക്രിസ്തുവാകുന്നു. ആ പർവ്വതം ക്രിസ്തുവാകുന്നു, ആ കല്ല് ക്രിസ്തുവാകുന്നു. അവൻ എന്നേക്കും നിത്യൻ.